എനിക്ക് CPM പ്രതിനിധിയോട് പറയാനുള്ളത് എന്താ, താങ്കൾ EMSനെയൊക്കെ കോട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ചരിത്രബോധം ആവാം, താങ്കൾക്കും ചരിത്രബോധമാകാം. BJP സംഘപരിവാറുമായി CPMനുള്ള ബന്ധം അത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതൽ തുടങ്ങിയതല്ലേ? മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഇന്ത്യയിലാകമാനം സംഘപരിവാറിനെ മാറ്റി നിർത്തിയ സമയത്ത് 1957 ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അരുണ അസഫ് അലിയെ ഡൽഹിയുടെ മേയറാക്കാൻ വേണ്ടി നിങ്ങൾ അന്ന് സംഘപരിവാറിന്റെ പിന്തുണ വാങ്ങിച്ചു തുടങ്ങിയതാണ്. പിന്നീട് കേരളത്തിലേക്ക് വരട്ടെ, താങ്കൾ EMS നമ്പൂതിരിപ്പാട്ട് വളരെ പോട്ട് പുല്ലെന്നൊക്കെ ചില സിനിമ ഡയലോഗൊക്കെ അടിച്ചു. പാലക്കാട്ട് 1977 ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്താരാ? ലാൽകൃഷ്ണ അദ്വാനി അല്ലേ? ആ ലാൽകൃഷ്ണ അദ്വാനിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്താരാ? രാജഗോപാൽ അല്ലേ? താങ്കളുടെ നേതാവായ പിണറായി വിജയൻ കുത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ അപ്പുറത്ത് ഉദുമെ മത്സരിച്ചതാരാ? KG മാരാരല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും പൊതുപ്രചരണമല്ലേ, ഓപ്പൺ ജി പ്രചരണങ്ങൾ നടന്നിട്ടില്ലേ? അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ RSSന്റെ സഖ്യകക്ഷി ആയിരുന്നില്ലേ? ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനസംഘം കൂടെ ലയിച്ചുണ്ടായതായിരുന്നു. അതിനുശേഷം കഴിയട്ടെ, പുതിയ കാലഘട്ടത്തിലേക്ക് വരാം. രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ദേശീയ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്തും EMS നമ്പൂതിരിപ്പാടും അപ്പുറം ഇപ്പുറം നിന്നപ്പോൾ ഇപ്പുറത്ത് നിന്നത് RSSന്റെ പ്രചാരകന്മാരായിരുന്ന ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയാ. ഇവരൊന്നും RSS ആയിരുന്നില്ലേ? നടുക്ക് VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ് നിന്നപ്പോ അപ്പുറത്ത് ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയി നിന്നു. അതിനപ്പുറത്ത് നിന്ന ആളുകൾ ഹർകിഷൻ സിംഗ് സുർജിത്തും EMS നമ്പൂതിരിപ്പാടുമാണ്. ഇതൊന്നും RSS സഖ്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തരം പഞ്ച് ഡയലോഗുകൾ, ഇത്തരം തരത്തിലുള്ള ക്യാപ്സൂളുകൾ പറയുന്നതിനപ്പുറത്ത് ചരിത്രബോധത്തോടെ സംസാരിക്കാൻ ഞാൻ CPM പ്രതിയോട് ആവശ്യപ്പെടുക. നിങ്ങളായിരുന്നു സംഘപരിവാറിന്റെ കേരളത്തിലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ. നിങ്ങളായിരുന്നു സംഘപരിവാറിനെ രാജ്യത്തിൽ അന്ധമായ കോൺഗ്രസ് വിരോധത്തിന് വേണ്ടി വളർത്തിവിട്ട ആളുകൾ. രണ്ടാമത്തെ പോർഷൻ കേരളത്തിലേക്ക് വരാം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ SDPI-കാരനാണ് സുഹൃത്തെ. നിങ്ങൾക്കറിയാമോ? ഇപ്പോഴും SDPI-കാരനാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. നിങ്ങളുടെ പിന്തുണയിലായിരിക്കുന്നത്. ഇപ്പോഴും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരിക്കുന്നത് SDPI-കാരിയാണ്. SDPI-യുടെ പിന്തുണ വന്ന സ്വതന്ത്രയാണ്. എന്നിട്ടാണ് ഈ വലിയ വർത്താനം. നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും SDPI RSSനെയും കൂട്ടുപിടിച്ച ആളുകളാണ്. റാന്നി പഞ്ചായത്ത് സ്വതന്ത്രനാണ് ഭരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? പത്തനംതിട്ട ജില്ലയിൽ തന്നെ കോമൺ BJPയുടെ പിന്തുണയും നിങ്ങളുടെ പിന്തുണയും ആ സ്വതന്ത്രനാണുള്ളത്. സ്വതന്ത്രന് പരസ്പരം കൊടുത്തിട്ടാണ് നിങ്ങൾ മത്സരിപ്പിക്കുന്നത്. ഞാൻ ആലപ്പുഴ DC അല്ല എങ്കിൽ പിന്നെ മറ്റുള്ളവർ ഞാൻ വിഷയം പറഞ്ഞെന്താണെന്നറിയാമോ? ഇന്ന് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കുത്തിക്കൊന്ന അഭിമന്യുവിന്റെ SDPI-കാരൻ കുത്തിക്കൊന്ന അഭിമന്യുവിന്റെ വിചാരണ നാളെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നിങ്ങളുടെ പാർട്ടി കേരളം ഭരിക്കുകയാണ്. മഹാരാജാസിൽ കുത്തിക്കൊലപ്പെടുത്തിയ അഭിമന്യുവിന്റെ വിചാരണ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ആ കേസിന്റെ രേഖകൾ കാണുന്നില്ല. എന്നിട്ടാണ് SDPI-ക്കും പോപ്പുലർ ഫ്രണ്ടിനും RSSനും എതിരെ CPM പ്രതിനിധിയുടെ പഞ്ച് ഡയലോഗുകൾ. ഈ നാടകമൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിന്റെ പ്രബുദ്ധമായ സമൂഹം. ഗോപാലകൃഷ്ണൻ, ബഹുമാന്യ ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? വീണ്ടും നിങ്ങൾ SDPI-യെ നിരോധിക്കാൻ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. യു ആർ അനന്തമൂർത്തിയോട് പോയി പറഞ്ഞാരാ? നിങ്ങളല്ലേ നിയമത്തെ SDPI പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഈ CPI വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പത്തനംതിട്ട നഗരസഭയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഷമീർ SDPI പിന്തുണ CPM-ന്റേത് അല്ലെങ്കിൽ നിഷേധിക്കട്ടെ. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് CPM-നെ പിന്തുണച്ചു. അവര് SDPI-യുടെ സ്വതന്ത്രയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ പേര് പറയുന്നു ഷമീർ, SDPI-യുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നിങ്ങളുടെ എന്താണ് അവരുടെ ചിഹ്നം? UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അവരുടെ സത്യപ്രസ്താവന,
അവർ പറഞ്ഞോ? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നേരത്തെ ഉപയോഗിച്ച ചോദിച്ച ചിഹ്നം ചോദ്യം. അവർ UDF നേരത്തെ വിമത ചോദിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ചോദ്യം. പുരുഷന്റെ ഇവർ പേരാണ് സീറ്റ് ലിജു കൊടുത്തില്ല. പറഞ്ഞത്. അങ്ങനെ അവർ സ്ത്രീയുടെ മത്സരിച്ചു. അവരുടെ ജീവിത പങ്കാളിയായ മരണപ്പെട്ടു പോയ കോൺഗ്രസ് നേതാവിന്റെ ചിത്രം വെച്ചിട്ടാണ് ഇത് കണ്ടോ? മത്സരിച്ചത്. ഇത് അവരുടെ സത്യപ്രസ്താവനയാണ്. അവർ UDF വിമതയായി ഇത് കണ്ടോ? മത്സരിച്ച് ജയിച്ചയാണ്. ഇത് കണ്ടോ? ഞാൻ UDF-ലുണ്ട് 3 പേർ UDF വിമതരാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. LDF SDPI ധാരണ കണ്ടോ? കളവാണി ശരി, പറയുന്നത്. കണ്ടോ? SDPI LDF ധാരണ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കോൺഗ്രസിന്റെ ഒരു വിമത SDPI, UDF ധാരണ മത്സരിച്ച ഫ്ലെക്സ് ബോർഡ്, അവരുടെ ചിഹ്നം, അവരുടെ സത്യപ്രസ്താവന, ഇതാണ് ഞാൻ കാണിച്ചത്. ഏതെങ്കിലും ഒരു മാധ്യമ വാർത്തയല്ല. അവരുടെ സത്യപ്രസ്താവനയും അവരുടെ ഫ്ലെക്സ് ബോർഡും അവരുടെ ചിഹ്നവും ഇത് കണ്ടിട്ട് അവരുടെ ജീവിത പങ്കാളികളുടെ ചിത്രം BJP ആരോപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. SDPIയുടെ പിന്തുണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട എന്നാണ്. ഇന്ന് കോൺഗ്രസ് നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചു. ശിവൻകുട്ടിക്ക് വളരെ നന്ദി ശ്രീ ജെയ്ക്സി തോമസ്, ശ്രീ എം